നമസ്കാരം. നമ്മുടെ വിവാദ സ്വർണ്ണ കച്ചവടക്കാരൻ ബോബി ചെമ്മണ്ണൂർ സ്വന്തമായി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ചലച്ചിത്ര നടി ഹണി റോസ് ആയിരുന്നു അതിഥി. വേദിയിൽ വെച്ച് അവരെ അപമാനിക്കുന്ന തരത്തിൽ ചില വൃത്തികെട്ട കമന്റുകൾ പറഞ്ഞു. ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെതിരെ ചെറിയ പ്രതിഷേധമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്ത്രീ സമത്വവാദികൾ ബോച്ചെ നിങ്ങൾ മഹാനാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചവർക്ക് മൗനം പാലിക്കുന്നത് എന്നറിയില്ല. കെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നവരെയൊന്നും ഇവിടെ കണ്ടേയില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ബോച്ചയ്ക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് എന്ന് മാത്രമല്ല, കുന്തി ദേവിയുമായി ഹണി റോസിനെ താരതമ്യം ചെയ്യുക വഴി ഹിന്ദു വിശ്വാസത്തെയും അധിക്ഷേപിച്ചിരിക്കുകയാണ് ബോച്ചെ. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. എന്തായാലും മാധ്യമങ്ങളിൽ ഇത് വാർത്തയായിട്ടുണ്ട്. ബോച്ചെ കുന്തി ദേവിയെ അപമാനിച്ചതും സ്ത്രീയെ അധിക്ഷേപിച്ചതും അത്ര ഗൗരവമല്ലാത്തതാണെങ്കിൽ കൂടി വിവാദം എന്ന നിലയിൽ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നു. അത്രയും നല്ലത്. എന്നാൽ ഇങ്ങനെയുള്ള ഇക്കിളിപ്പെടുത്തുന്ന വിഷയമുണ്ടാകുമ്പോൾ ആ ഇക്കിളി കൂട്ടുന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് മോഡൽ ഒരു തട്ടിപ്പാണെന്നും 12,000 കോടി രൂപ നാട്ടുകാരുടെ പണം എടുത്താണ് അദ്ദേഹം ഈ അഭ്യാസമൊക്കെ കാട്ടുന്നതെന്നും ആരും പറയാൻ മടി കാണിക്കുന്നത്? ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. അതൊക്കെ സൽപ്പേരുണ്ടാക്കി ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണം ഡിപ്പോസിറ്റായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയാണ് എന്ന് ആരും എന്തുകൊണ്ടാണ് എഴുതാത്തത്? ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചതൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു തട്ടിപ്പിന്റെ എലമെന്റ് ഉണ്ട്. ബോബി ചെമ്മണ്ണൂർ മുമ്പിൽ നിർത്തുന്നത് സ്വർണ്ണക്കടയാണ്. എന്നാൽ ഈ സ്വർണ്ണക്കടയൊക്കെ ആരുടേതാണ്? അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണുള്ളത്? അതൊക്കെ ലാഭത്തിലാണോ എന്ന് ബോബി ചെമ്മണ്ണൂർ ആരോടും പറയില്ല. വാസ്തവത്തിൽ ഇതൊരു മുഖം മൂടി മാത്രമാണ്. നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പരമാവധി പിരിച്ചെടുക്കുക, ഡിപ്പോസിറ്റ് എന്ന നിലയിൽ അതിനെ അമിതമായ പലിശ കൊടുക്കുക. എന്നാൽ മണി ചെയിൻ മോഡലിൽ ഇതിങ്ങനെ റോള് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നതാണ് ബോബിയുടെ ബിസിനസ് മോഡലെന്നും ഒരു സുപ്രഭാതത്തിൽ ഇത് പൊട്ടി വീഴുമെന്നും പലരും മനസ്സിലാക്കുന്നില്ല. അത് പറഞ്ഞ മറുനാടനെതിരെ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ കുറേ കാലമായി യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. ബോച്ചയുടെ വാദത്തേക്കാൾ മറുനാടന്റെ വാർത്തകൾക്ക് വിശ്വാസ്യത ഉണ്ടായതോടെ ഞാനിതാ രേഖകളുമായി അങ്ങോട്ട് വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോബിയാണ് ആദ്യം രംഗത്ത് വന്നത്. ബോബിയെ സ്വാഗതം ചെയ്തു. പക്ഷെ ബോബി എത്തിയില്ല. വരാമെന്ന് പറഞ്ഞ് ഓഗസ്റ്റ് മാസം 4-ാം തീയതിയോ 5-ാം തീയതിയോ ബോബി എത്തിയില്ല. ബോബിയെ കാത്തിരുന്ന മറുനാടൻ ചെയ്ത ലൈവ് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ മുഖം നഷ്ടപ്പെട്ടു. ഒറ്റ തന്ത മാത്രമേ ഉള്ളൂ, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്ന് അവകാശപ്പെട്ടത് വെറുതെയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. എന്നിട്ട് ബോബി അടങ്ങുന്നില്ല. എന്നെ ബോബി എറണാകുളത്ത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നു. സത്യത്തിൽ ബോച്ചയുടെ മുമ്പിൽ സുല്ലിടാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇത്രയും തൊലിക്കെട്ടിയും എനിക്കില്ല. ഇങ്ങോട്ട് വരാം, എല്ലാ രേഖകളും കാണിക്കാം, ഞാൻ നീതിമാനാണെന്ന് തെളിയിക്കാം എന്ന് അവകാശപ്പെട്ട ബോച്ചെ വന്നില്ല എന്ന് മാത്രമല്ല, മുട്ടാനായം പറഞ്ഞ് മുങ്ങിയിട്ട് ഇപ്പോൾ പറയുകയാണ് എന്നെ കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നെന്ന്. എന്തൊരു കഷ്ടമാണ്. ബോച്ചയോട് ഞാൻ പറഞ്ഞത് മോഡറേറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാകുമെന്നാണ്. അത് മോഡറേറ്റ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞില്ല. മോഡറേറ്റ് ഉണ്ടാകണമെങ്കിൽ 2 കക്ഷികളും തമ്മിൽ ധാരണയിലെത്തണം. ഞാൻ കൊണ്ടുവരുന്ന മോഡറേറ്റർ ബോച്ചയ്ക്കോ ബോച്ച കൊണ്ടുവരുന്ന മോഡറേറ്റർ എനിക്കോ സ്വീകാര്യമല്ലെങ്കിൽ മോഡറേറ്റർ പ്രസക്തമല്ല. ഞാൻ ഏത് മോഡറേറ്ററും ചർച്ചയിലൂടെ തീരുമാനിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ചർച്ചയ്ക്ക് ഒരുങ്ങിയില്ല ബോച്ചെ. പകരം പേരുകെട്ട മറുനാടൻ ശത്രുക്കളായ 2 പേരുടെ പേര് വിളിച്ചു പറയുകയാണ് ചെയ്തത്. അവർ വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരിക്കവേ വാസ്തവത്തിൽ ബോച്ച ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് മോഡറേറ്റർ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് മോഡറേറ്ററുടെ പേര് പറഞ്ഞ് മുങ്ങിയിട്ട് അത് പറഞ്ഞിരിക്കാൻ ഉളുപ്പ് വേണ്ടേ? പ്രിയപ്പെട്ട ബോച്ചെ, മോഡറേറ്റർ നിർബന്ധമേ അല്ല. താങ്കൾ മറുനാടൻ്റെ ഓഫീസിലേക്ക് വന്നാൽ ഞാൻ അഭിമുഖം എടുക്കാൻ തയ്യാറാണ്. താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണ്. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. താങ്കളുടെ ബിസിനസ് എന്ന് പറയുന്നത് ദുരൂഹമാണെന്നും താങ്കൾ ഈ പ്രഖ്യാപിക്കുന്നതൊന്നും നടപ്പിലാക്കുന്നില്ലെന്നും താങ്കൾ ഈ പ്രഖ്യാപനത്തിലൂടെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഒട്ടുമിക്ക ബിസിനസ്സുകളും തെറ്റാണെന്നും രേഖകൾ സഹിതമാണ് ഞാൻ പറഞ്ഞത്. ആ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ രേഖകൾ കാണിച്ച് താങ്കളോട് ചോദിക്കും. താങ്കൾ പറയൂ, ഉത്തരം പറയൂ. താങ്കൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു.
എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രേഖകൾ കാണിക്കാം. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും രേഖകൾ സഹിതം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും താങ്കൾക്ക് അവസരമുണ്ട്. ഇനിയും വരാം. മോഡറേറ്റർ ഉപേക്ഷിച്ചോളൂ. രണ്ടുപേരും തമ്മിൽ മോഡറേറ്ററുടെ കാര്യത്തിൽ തീരുമാനം എത്തുന്നില്ലെങ്കിൽ മോഡറേറ്റർ വേണ്ട. ഞാൻ വീണ്ടും അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഞാൻ തിരുവനന്തപുരം ഓഫീസിലുണ്ട്. ഈ 5 ദിവസത്തിൽ എന്ത് വേണമെങ്കിലും തലേ ദിവസം പറഞ്ഞിട്ട് വരാം. തലേ ദിവസം പറയണം, കാരണം എനിക്ക് അതിന്റെ തയ്യാറെടുപ്പുകളുണ്ട്, ലൈവ് ആയതുകൊണ്ട്. ഒരു മോഡറേറ്ററും വേണ്ട. താങ്കൾ നീതിമാനാണെങ്കിൽ, താങ്കൾ ചെയ്യുന്ന കച്ചവടം ശരിയാണെങ്കിൽ താങ്കൾ വരിക. ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമുണ്ടെങ്കിൽ, അതിന് രേഖകളുണ്ടെങ്കിൽ താങ്കളാണ് ശരി, ഞാൻ തെറ്റാണെന്ന് സമ്മതിക്കാം. അതല്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ, ഞാൻ കാട്ടുന്ന രേഖകൾക്ക് ബദൽ രേഖകളില്ലെങ്കിൽ താങ്കൾ പരാജയപ്പെടും. ഞാൻ വീണ്ടും താങ്കളെ ക്ഷണിക്കുന്നു മറുനാടൻ്റെ ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലേക്ക്. താങ്കൾ നീതിമാനാണെങ്കിൽ, ചെയ്യുന്ന കച്ചവടം സത്യസന്ധമാണെങ്കിൽ താങ്കൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ, ഞാൻ 45 മിനിറ്റ് നീണ്ട ഒരു ലൈവ് സംപ്രേഷണമാണ് നടത്തിയത്. ഈ 45 മിനിറ്റിലും ഞാൻ ഗൗരവമേറിയ പല വിഷയങ്ങളും ഉയർത്തി. ആ വിഷയത്തിൽ ഒന്നിനെക്കുറിച്ചും താങ്കൾ സംസാരിക്കുന്നില്ല. താങ്കൾക്ക് സംസാരിക്കാൻ കഴിയില്ല. താങ്കൾ അതിൻ്റെ ഇടയിൽ എൻ്റെ നാക്കുളുക്കുന്ന ചില വാക്കുകളെ കുറിച്ച് മാത്രമാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, താങ്കളുടെ ബിസിനസ്സുകളൊക്കെ നാട്ടുകാരെ പറ്റിക്കാനുള്ള നുണകളാണ്. താങ്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു 1 കോടി എന്ന പദ്ധതിയിൽ പങ്കെടുത്തതിൻ്റെ ഒരു ഭാഗം എനിക്കൊരാൾ അയച്ചു തന്നു. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന 3 നുണകളാണ്. ഒന്ന്, താങ്കൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി, സമാധാനത്തിന്റെ പേരിൽ പീസ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞു. തെറ്റാണ്. ബോച്ചെ പീസ് റെക്കോർഡ് എന്ന പേരിൽ താങ്കൾ റെക്കോർഡ് ഉണ്ടാക്കിയ താങ്കളുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ പേരിലുള്ള റെക്കോർഡല്ല. നേരെ മറിച്ച് 1076 കുട്ടികളെ നിരത്തി നിർത്തി ലോങ്സ്റ്റ് പീസ് ഗസ്റ്റർ എന്ന പേരിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കി. താങ്കളുടെ റെക്കോർഡല്ല. താങ്കൾ അങ്ങനെ പേരെഴുതി കാണും ബോച്ച എന്ന്. അത് ആ കുട്ടികൾ നിന്നപ്പോൾ കിട്ടിയ റെക്കോർഡാണ്. താങ്കൾ പറയുന്നത് കേട്ടാലവർക്കും താങ്കൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കിട്ടിയതാണെന്ന്. അല്ല, ലോങ്സ്റ്റ് ഗസ്റ്റർ ഓഫ് പീസ് എന്ന പേരിൽ കിട്ടിയതാണ്. കുട്ടികൾക്ക് കിട്ടിയതാണ്, താങ്കൾക്ക് കിട്ടിയതല്ല. അതുപോലെ താങ്കൾ ഡോക്ടറാണ്, ഓണററി ഡോക്ടറാണെന്ന് പറഞ്ഞു. ഞാനൊരു പേപ്പർ കാണിക്കാം. താങ്കൾക്ക് ഡോക്ടറേറ്റ് തന്നു എന്ന് പറയുന്ന വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി, ഒരിടത്തും അംഗീകാരമില്ലാത്തൊരു തട്ടിക്കുട്ടി യൂണിവേഴ്സിറ്റി. അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്, 1 ലക്ഷം രൂപ കൊടുത്താൽ ഓണററി ഡോക്ടറേറ്റ് കിട്ടുമെന്ന്. അതായത് താങ്കൾ 1 ലക്ഷം രൂപ കൊടുത്ത് ഓണററി ഡോക്ടറേറ്റ് വാങ്ങിയെന്നർത്ഥം. എന്നിട്ട് ഉളുപ്പില്ലാതെ ഡോക്ടർ ബോച്ചെ എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുപോലെ യുണിക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സാധനം, അത് ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. താങ്കൾ ചെയ്യുന്നതൊക്കെ ഇത്തരം ഉടായ്പകളും നുണകളുമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെലി ടാക്സിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഹെലി ടാക്സി ഇതാ 10 ഹെലികോപ്റ്റർ 3 മാസത്തിനകം കൊണ്ടുവരാൻ പോകുന്നു താങ്കൾ പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഒരെണ്ണം തൽക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്ത് നടത്തിയെന്ന്. വാസ്തവത്തിൽ ആ ഹെലി ടാക്സി ഒരു പൈലറ്റിന്റെ ആശയമായിരുന്നു. 75 ലക്ഷം രൂപ അടച്ച് താങ്കൾ ഒരു ഹെലി ടാക്സി വാടകയ്ക്ക് എടുത്തു. ആ 75 ലക്ഷം രൂപ പാവം പൈലറ്റിന്റെ സ്ഥലം എഴുതിയെടുത്താണ് താങ്കൾ തിരിച്ചു പിടിച്ചത്. ഇതാണ് താങ്കളുടെ സംരംഭങ്ങളൊക്കെ. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. എണ്ണി എണ്ണി പറയാൻ താങ്കൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതേക്കുറിച്ചുള്ള തെളിവുകളും രേഖകളും എൻ്റെ കയ്യിലുണ്ട്. നിയമവിരുദ്ധമായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിൽ താങ്കൾ നടത്തിയിരിക്കുന്ന മുഴുവൻ ഇടപാടുകളുടെയും വിശദാംശങ്ങൾ സകല രേഖകളും സഹിതം എൻ്റെ കയ്യിലുണ്ട്. താങ്കളുടെ ഇടപാടുകാർ, താങ്കളുടെ പിണിയാളുകൾ, താങ്കളുടെ ബന്ധുക്കളൊക്കെ അതെങ്ങനെയാണ് കൈവശപ്പെടുത്തിയത്? അത് എത്ര നിയമലംഘനമാണ്? നിയമം ലംഘിച്ചുകൊണ്ട് താങ്കൾ 100 കോടിയോളം രൂപ താങ്കളുടെ കമ്പനിയിലേക്ക് മാറ്റിയത് എന്നതൊക്കെ വലിയ കടങ്കഥകളാണ്. ഇതിനൊക്കെയാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അത്തരമൊരു 100-150 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഓഗസ്റ്റ് 5 ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ താങ്കൾ എന്തിനാണ് കോയമ്പത്തൂരിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത്? ഞാൻ ഊഹിച്ചെടുത്തതല്ല. താങ്കളുടെ പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുന്ന ബ്രോഷറാണിത്. എന്തിനാണ് താങ്കൾ പിന്നെ നുണ പറയുന്നത്? അതുപോലെ ഓക്സിജൻ സിറ്റിയെ കുറിച്ച് താങ്കൾ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്, ഫ്രാഞ്ചൈസി വേണ്ടവർക്ക്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഇതിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ താങ്കൾ വാങ്ങി താങ്കൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്തിനാണ് അനൗൺസ് ചെയ്തത്? ഈ പരസ്യത്തിൽ എന്താ പറയുന്നത്? താങ്കൾ വലിയ സംരംഭം തുടങ്ങാൻ പോകുന്നു, ആർക്ക് വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം, മാരഡോണയ്ക്ക് അവിടെ ഒരു മുറിയുണ്ട്. താങ്കൾ പിന്നെ എന്തിനാണ് പരസ്യം ചെയ്തത്? താങ്കൾ നാട്ടുകാരുടെ പണം പിരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. നടന്നു കാണില്ല, കാരണം അന്ന് തന്നെ ഞങ്ങൾ വാർത്ത എഴുതിയിരുന്നു. പ്രിയപ്പെട്ട ബോച്ചെ, താങ്കൾ എല്ലാം ചെയ്യുന്നത് ഇത്തരം ഉടായ്പകളാണ്. അതിന് തെളിവുകൾ കയ്യിലുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മാന്യമായി താങ്കൾക്ക് ബിസിനസ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതൊരു കടങ്കഥയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ലജ്ജയും ഇല്ലാതെ മെഴുകി നാറാൻ നിൽക്കരുത്. താങ്കളുടെ ഈ ഉളുപ്പില്ലായ്മയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തൊലിക്കെട്ടിയില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ സംവാദം അവസാനിപ്പിക്കാം. പക്ഷെ താങ്കൾ സമൂഹത്തിന് ചെയ്യുന്ന ദ്രോഹം, കൊള്ള, തട്ടിപ്പ്, അതൊക്കെ തെളിവുകൾ സഹിതം കാലാകാലങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും.